Good evening. Accounting and finance for managers. അതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റിലോട്ടാണ് കിടക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതാണ് മേജർ ലെസൺസ് ആയിട്ട് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ വരുന്ന 6 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ട് ഫ്ലോ, അതേപോലെ റേഷ്യോ. ഓക്കെ,
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ജസ്റ്റ് റൈസ് ചെയ്യാൻ. ഓക്കെ. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാവും. ഒരു വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര സെയിൽസ് നടന്നു, എത്ര പർച്ചേസ് നടന്നു, അതേപോലെ എത്ര ഇൻകംസ് ആണ്, എത്ര എക്സ്പെൻസ് ആണ് എന്നത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയും ബാലൻസ് ഷീറ്റിലൂടെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് ഇൻകം എത്രയുണ്ട്, അതേപോലെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു പാസ്റ്റ് ഡാറ്റ എന്തായിരുന്നു എന്നത് ആ അക്കൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ ഇൻകംസ് മാത്രമാണ് നമുക്കറിയുന്നത്. ഒരു അനാലിസിസ് പ്രോസസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ നമുക്ക് അറിഞ്ഞത്. അപ്പൊ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കമ്പാരിസൺ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. പാസ്റ്റ് ഡാറ്റയും ഇപ്പോഴത്തെ ഡാറ്റയും കൂടി എന്ത് ചേഞ്ചസ് ആണ് ആ ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടായി. ഓക്കെ. അതേപോലെ ഇപ്പോഴത്തെ ഓരോ ഐറ്റംസും അതർ കമ്പനീസുമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെക്കാൾ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വീക്ക് ആണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് കമ്പനീസ് ഡെവലപ്പ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലൂടെ പോസിബിൾ ആണ്. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു ആറ് ക്ലാസിഫിക്കേഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കാം. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രെൻഡ് പെർസെന്റേജസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കിടക്കാം. ഈ യൂണിറ്റിൽ പഠിക്കുന്നത് നിങ്ങൾ ഈ ഒരു 6 കോമ്പണൻസ് അല്ലെങ്കിൽ ഈ ഒരു 6 ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും റേഷ്യോ അനാലിസിസും എടുത്തു പറയണം, കാരണം അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആയ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കടക്കാം. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ രണ്ട് ഓർഗനൈസേഷൻ തമ്മിൽ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എത്രത്തോളം കഴിഞ്ഞ വർഷമായിട്ട് പാസ്റ്റ് ഇയറുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ കണ്ടോ മുകളില്? ഇവിടെ ചേഞ്ചസ് ഇൻ ഗ്രോസ് സെയിൽസ്, അതേപോലെ ചേഞ്ചസ് ഇൻ നെറ്റ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, വോളിയം ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഇത്രയും സ്ക്രൂട്ടായിട്ട് ഇത്രയും ഡീപ്പായിട്ട് ഓരോ ഐറ്റംസിന്റെയും എത്രത്തോളം കഴിഞ്ഞ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ചേഞ്ചസ് വന്നെന്ന് നമുക്ക് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. ഇല്ലസ്ട്രേഷൻ 2 മെയിൻ ആയിട്ട് പെർട്ടിക്കുലേഴ്സ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. അതേപോലെ 2004 2004 ഡാറ്റ തന്നിട്ടുണ്ട്, 2005 ഡാറ്റ തന്നിട്ടുണ്ട്. 2004 2005 എത്രത്തോളം സെയിൽസ് നടന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര നടന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ഇത് ആൻസർ ആണ് താഴെ കാണുന്നത്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. നമ്മൾ ആ മുകളിലത്തെ ഡാറ്റ താഴത്തിലോട്ട് ആൻസറിലോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. 2004 ഡാറ്റാസ് എഴുതി, 2005 എഴുതി. ദെൻ അബ്സല്യൂട്ട് ചേഞ്ചസ് ആണ് ഇവിടെ നോക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 2005 കൺസിഡർ ചെയ്യുമ്പോൾ 2004 എത്രത്തോളം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അത് മൈനസ് ചെയ്യുന്നു. ഇവിടെ ഇക്വേഷൻ എഴുതി വെക്കുക. കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ എഴുതാട്ടോ. കമ്പാരിറ്റീവ് അനാലിസിസിന്റെ ഇക്വേഷൻ ആണ് ഇൻക്രീസ് ഔട്ട് ഡിക്രീസ് ഡിവൈഡഡ് ബൈ
increase or decrease divided by base year amount. Base year amount. Amount increase or decrease divided by base year amount. That means increase or decrease എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് current year amount minus base year amount. Current year amount minus base year amount. ഇവിടെ current year ഏതാണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം current year ഏതാണ്? ഇപ്പോഴത്തെ ഇയർ 2005. ബേസ് ഇയർ ഏതാണ്? 2004. ഓക്കെ, അതില് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് സെയിൽസ് എടുക്കാം. അബ്സല്യൂട്ട് ചേഞ്ച് കാണുകയാണ് കേട്ടോ നമ്മള്. അപ്പോ സെയിൽസ് എടുക്കുകയാണ്. സെയിൽസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇൻക്രീസ് ഓർ ഡിക്രീസ് എങ്ങനെ പറഞ്ഞാൽ കറണ്ട് ഇയർ മൈനസ് ബേസ് ഇയർ. ദാറ്റ് മീൻസ് 2,50,000 മൈനസ് 2 lakh. അപ്പൊ എത്ര വരും? 50,000. 50,000 ഡിവൈഡഡ് ബൈ, അപ്പോ അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 50,000 കിട്ടി. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട്. ബേസ് ഇയർ എമൗണ്ട് എത്രയാണ്? ബേസ് ഇയർ ഏതാണ്? 2004 ആണ്. അപ്പൊ അതേ ഡിവൈഡഡ് ബൈ 2 lakh. അപ്പൊ എത്ര കിട്ടുക? 25% കിട്ടും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25% കിട്ടും. അവിടെ 2 lakhൽ നിന്നും 2,50,000 ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻക്രീസിൽ എഴുതി. അതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh ബേസ് ഇയറിൽ, കറന്റ് ഇയറിൽ 1,30,000. അപ്പൊ അതിൽ അബ്സല്യൂട്ട് ചേഞ്ചസ് വന്നിരിക്കുന്നത് എത്രയാണ്? 1,30,000 മൈനസ് 1,30,000. അതേ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ 1 lakh. അപ്പൊ 30%. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നു. സിമ്പിൾ ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. എമൗണ്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എമൗണ്ട്. എമൗണ്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുന്നത് കറണ്ട് ഇയർ എമൗണ്ട് മൈനസ് ബേസ് ഇയർ എമൗണ്ട്. ക്ലിയർ അല്ലേ? ജസ്റ്റ് റൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി വരാറില്ല. വന്നു കഴിഞ്ഞാൽ അത്രയും ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് കോമൺ സൈസ്. വേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക നിങ്ങള്. കോമൺ സൈസ് ഇവിടെ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റില് സെയിൽസ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ടേബിൾ പ്രിപ്പയർ ദ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, അവിടെ 2000 2000ലും 2001ലും സെയിൽസ്, മിസ്ലേനിയസ് ഇൻകംസ്, മെറ്റീരിയൽ കൺസ്യൂംഡ്, വേജസ്, ഫാക്ടറി എക്സ്പെൻസ്, അതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഐറ്റംസിനെ സെയിം ആസ് ടു കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റിലോട്ട് കൊണ്ടുവരിക. അതേപോലെ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അടുപ്പിച്ചിട്ട് എഴുതാം. ഇല്ലെങ്കിൽ പിന്നെ ഇതേപോലെ 2000 എന്ന് പറഞ്ഞിട്ട് പെർസെന്റേജ് എഴുതി കഴിഞ്ഞാൽ 2001%, അല്ലെങ്കിൽ 2000 എഴുതിയിട്ട് 2001 എഴുതിയിട്ട് പെർസെന്റേജ് ഏത് ഇയർ എന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് ഇവിടെ സെയിൽസ്, നെറ്റ് സെയിൽസിനെയാണ് നമ്മൾ ബേസ് ആയി എടുക്കുക. ഏതിനെടുക്കുക? അവിടെ നമ്മൾ ബേസ് ഇയറിനെയായിരുന്നു ബേസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പാസ്റ്റ് ഇയറിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പെർസെന്റേജ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ആ ഒരു നെറ്റ് സെയിൽസിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക. ഇക്വേഷൻ എഴുതിക്കോളൂ. ഏതാണോ ഐറ്റം നമ്മൾ ചൂസ് ചെയ്യുന്നത് അതേ ഡിവൈഡഡ് ബൈ ഐറ്റം ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് സെയിൽസിന്റെ ഇക്വേഷൻ എന്താ? ക്യാഷ് സെയിൽസ് മൈനസ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതേ മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഇതാണ് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോസ്റ്റ്ലി ഒന്നില്ലെങ്കിൽ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ടാവും,
ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് സെയിൽസിൽ നിന്നും ക്രെഡിറ്റ് സെയിൽസ് മൈനസ് ചെയ്തിട്ട് ആ എമൗണ്ടിന്റെ ബേസ് ആയിട്ട് കണക്കാക്കാം. ഇനി അതിന്റെ കൂടെ സെയിൽസ് റിട്ടേണും കൂടി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ് റിട്ടേൺ കൂടി എമൗണ്ട് മൈനസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് നെറ്റ് സെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ? ഐറ്റം ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ വരും? നമ്മളെ പെർസെന്റേജ് കാണാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിന്റെയും പെർസെന്റേജ് കാണാം. 2000-ലെ ഓരോ ഐറ്റത്തിന്റെയും ആദ്യം നമ്മൾ പെർസെന്റേജ് കാണുന്നു, അതിനുശേഷം 2001-ലെ ഓരോ ഐറ്റത്തിന്റെയും പെർസെന്റേജ് കാണുന്നു. അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ സെയിൽസ് ആദ്യം തന്നെ കാണുമ്പോൾ 20 lakh ഡിവൈഡഡ് ബൈ 20 lakh ഇൻറ്റു 100. അപ്പൊ 100 ആയിരിക്കും പെർസെന്റേജ്. മിസ്ലേനിയസ് ഇൻകത്തില് 20,000 divided by 20 lakh into 100, 0.9. Then 20 lakh 20,000 divided by 20,000 into 100. അങ്ങനെ ഓരോ ഐറ്റത്തിന്റെയും നമ്മൾ വെച്ച് കാണുന്നു. ഓക്കെ അല്ലേ? അതേപോലെ 2001-ലെ നെറ്റ് സെയിൽസ് എന്താണ്? 24 lakh ആണ്. അപ്പൊ എന്താണ്? 24 lakh ഡിവൈഡഡ് ബൈ 24 lakh ഇൻറ്റു 100. അപ്പൊ 100 ആയിരിക്കും. അതിനുശേഷം 16,000 ഡിവൈഡഡ് ബൈ 24 lakh ഇൻറ്റു 100, 0.67. അങ്ങനെ ഓരോ വർഷത്തിന്റെയും സെയിൽസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് കാണുക? കോമൺ സൈസിൽ പെർസെന്റേജ് കണക്കാക്കുക. ഓക്കെ, ഐറ്റം ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ നിങ്ങൾക്ക് അതും ക്ലിയർ അല്ലേ? ജസ്റ്റ് റൈസ് ചെയ്യാൻ. $99 സ്റ്റുഡൻസ് ഉണ്ട്. യെസ്, ഓക്കെ. നമുക്ക് ഇനി അടുത്തത് ട്രെൻഡ് അനാലിസിസിലോട്ട് കിടക്കാം. ട്രെൻഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഇനി ഉള്ളതിൽ ജസ്റ്റ് ഇക്വേഷൻസ് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. ട്രെൻഡ് പെർസെന്റേജ് അനാലിസിസിൽ നമ്മളുടെ ട്രെൻഡ് ഏതാന്നുള്ളതാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എന്റർപ്രൈസിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്താണ്? ഇൻക്രീസിങ് ട്രെൻഡ് ആണോ, അതോ പിന്നെ ഡിക്ലൈനിങ് ട്രെൻഡ് ആണോ? എത്രയാണ് ഒരു കമ്പനീന്റെ സ്ട്രെങ്ത്, അതേപോലെ വീക്ക്നെസ് എന്താന്നൊക്കെ ഈ ട്രെൻഡ് അനാലിസിസിലൂടെ മനസ്സിലാവുന്നു. It also highlight the strength and weakness of the enterprise. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറന്റ് ഇയർ. ഇപ്പൊ തന്നിട്ടുള്ള ഇയർ ഏതാണ്? 2001 ആണ്, 2021 ആണെന്നുണ്ടെങ്കിൽ 21. ബേസ് ഇയർ 2010 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. അപ്പൊ അതേ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇതാണ് ട്രെൻഡ് പെർസെന്റേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേഷ്യോ അനാലിസിസ്. നമ്മൾ കമ്പാരിറ്റീവ് പറഞ്ഞു, കോമൺ സൈസ് പറഞ്ഞു, ട്രെൻഡ് അനാലിസിസ് പറഞ്ഞു. ഇനി റേഷ്യോ അനാലിസിസിലാണ്. റേഷ്യോ അനാലിസിസിലാണ് കുട്ടികൾക്ക് ഇത്തിരി പണി കൂടുതൽ. കാരണം ഒരുപാട് റേഷ്യോസ് വരുന്നുണ്ട്. അപ്പൊ ആ റേഷ്യോസ് ഒക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയും, അത് ഉറപ്പായും പഠിക്കണം, അത് സ്കിപ്പ് ചെയ്യരുത്. റേഷ്യോ അനാലിസിസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു റിലേറ്റഡ് വാരിയബിൾസ്. റിലേറ്റഡ് വാരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് ആണ് എന്തിൽ കാണിക്കുന്നത്? റേഷ്യോസിൽ കാണിക്കുന്നത്. The accounting ratios are applied to study the relationship between the quantitative information available and to take decision on the financial performance of the firm. Accounting ratios നമ്മൾ രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് സ്റ്റഡി ചെയ്യുന്നത്, അതിന്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ആ ഒരു ഇൻഫോർമേഷൻസിൽ നിന്നും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു. ഫേമിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസുമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അക്കൗണ്ടിങ് റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ കറന്റ് റേഷ്യോ, കോഷ്യന്റ്, പെർസെന്റേജ്, ടൈം, ഫ്രാക്ഷൻ ബേസിലാണ് അക്കൗണ്ടിങ് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1:2 എന്നൊക്കെ പറയും. പെർസെന്റേജ് നിങ്ങൾക്ക് അറിയാം. ദെൻ ടൈം എന്ന് പറഞ്ഞപ്പോൾ ടൈമും അറിയായിരിക്കും. 4 years, 10 years, 3 months അങ്ങനെയൊക്കെ. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് അതായിരിക്കും. ദെൻ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ 1/2, 3/2 ആ ഒരു ലെവലില്. ഓക്കെ, കോഷ്യന്റ് 1:2 എന്നൊക്കെ ആൻസേഴ്സ് വരുന്നത് ഏത് റേഷ്യോസിലായിരിക്കും? നമ്മൾ ഒരുപാട് റേഷ്യോസ് ഇനി പഠിക്കാൻ പോവുകയാണ്. കറന്റ് റേഷ്യോ, ലെവറേജ് റേഷ്യോസിലൊക്കെയാണ് നമ്മൾ 1:2 എന്നുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടുക. ഓക്കെ,
ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസിൽ പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോസിലൊക്കെ പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ അതിന്റെ ആൻസേഴ്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസിൽ ടൈം ആയിരിക്കും. ഇപ്പൊ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4, 2, 1 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 3 years, 2 years, 5 years ഒക്കെ ആയിരിക്കും അതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരിക. ദെൻ ഫ്രാക്ഷൻ, ദാറ്റ് മീൻസ് ഫിക്സ്ഡ് അസെറ്റ് ടു ക്യാപിറ്റൽ, അങ്ങനെയുള്ള റേഷ്യോസ് ആയിരിക്കും വരിക, ഫ്രാക്ഷൻസ് ആയിരിക്കും വരിക. ഇനി ഈ ഒരു റേഷ്യോ അനാലിസിസിന്റെ മെയിൻ പർപ്പസ്, യൂട്ടിലിറ്റി, ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി. ഫേമിന്റെ ഷോർട്ട് ടേം സോൾവൻസി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം സോൾവൻസി മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേമിന് എത്ര പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു ലിക്വിഡിറ്റി ലെവറേജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എത്ര വേഗം നമുക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെയുള്ള ഫണ്ടിനെ മാറ്റാം, അതൊക്കെ ഈ റേഷ്യോ അനാലിസിസിലൂടെ കഴിയും. നമുക്ക് എത്രത്തോളം ആ ഒരു എന്റർപ്രൈസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഒരു ഫേമിന്റെ എല്ലാ ദിവസത്തെയും ചെലവുകൾ മീറ്റ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ആ ഫേമിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദി ഫേം ഐഡന്റിഫൈ ചെയ്യണതിലൂടെ കഴിയും. ഈ യൂട്ടിലിറ്റി ഓഫ് ദ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ കഴിയും, ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ കഴിയും, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഓരോ വർഷത്തെയും നമുക്ക് വേഗം തന്നെ അതിന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയും. അതേപോലെ ഓരോ ഇൻഡസ്ട്രീസ് തമ്മിലും, അതേപോലെ ബിറ്റ്വീൻ ഇൻഡസ്ട്രീസും വിത്തിൻ ഇൻഡസ്ട്രീസും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്, കൺട്രോളിനുള്ള ഒരു സാധ്യതയും കൂടി റേഷ്യോ അനാലിസിസിലൂടെ കഴിയുന്നുണ്ട്. ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഇവിടെ ഡിപ്പെൻഡന്റ് ടൂൾ ഓഫ് അനാലിസിസ് ആണ്. അതേപോലെ ഇതിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആംബിഗ്വിറ്റി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസും അത് റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. മണി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുള്ളൂ. പാറ്റന്റ്, അതേപോലെ ആ ഒരു ഫേമിന്റെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. നോട്ട് ഐഡിയൽ ഫോർ ദി ഫ്യൂച്ചർ ഫോർകാസ്റ്റ്. നമുക്ക് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനത്തെ ഒരു ലിമിറ്റേഷനും കൂടി ഉണ്ട്. ദെൻ ടൈം വാല്യൂ ഓഫ് മണി ഈസ് നോട്ട് കൺസിഡേർഡ്. ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷൻസിന്റെ ബേസിൽ റേഷ്യോസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ രൂപത്തിൽ. അത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഷോർട്ട് ടേം ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത് വരുന്നത്. ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് ഇത്ര നേരം ശ്രദ്ധിക്കാത്തവര് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസിൽ 4 റേഷ്യോസ് വരുന്നുണ്ട്. അതിൽ 3 റേഷ്യോസ് ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അസറ്റ് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ അഥവാ ക്യുക്ക് അസറ്റ് റേഷ്യോ എന്ന് പറയും, സൂപ്പർ ക്യുക്ക് അസറ്റ് റേഷ്യോ. ഓക്കെ. ദെൻ ഡിഫെൻസീവ് ഇന്റർവെൽ റേഷ്യോ. ആദ്യം തന്നെ കറന്റ് റേഷ്യോ പഠിച്ചിരിക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു പോകും ഒരുവിധം. കറന്റ് റേഷ്യോ ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് ഉറപ്പായും പഠിക്കേണ്ടതാണ് കേട്ടോ. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു റൈറ്റ് ഇട്ട് വെച്ചോളി. ഓക്കെ. കറന്റ് റേഷ്യോ, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ എന്തൊക്കെ ആയിരിക്കും ഈ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ബാലൻസ് ഷീറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കറന്റ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് ഒക്കെ. അപ്പൊ അതിൽ കറന്റ് അസറ്റ്സ് അറിയാത്തവര് ഒന്നും കൂടി ഇവിടെ ശ്രദ്ധിക്കുക. അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കറന്റ് അസറ്റുകൾ: മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്, ബിൽ റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ഒക്കെ എന്താണ്? കറന്റ് അസറ്റ്സ് ആണ്. ഓക്കെ. കറന്റ് ലയബിലിറ്റീസ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകംസ് ഒക്കെ എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ആണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇൻവെന്ററി ഇത്ര രൂപ, ഡെപ്റ്റേഴ്സ് ഇത്ര, ബിൽ റിസീവബിൾ ഇത്ര, അതേപോലെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഇത്ര, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇത്ര,
ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ തന്നിട്ട് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് ഇൻവെന്ററീസ് പ്ലസ് ഡെപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് കറന്റ് അസറ്റ് ആയിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് കാണുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? കറണ്ട് ലൈബിലിറ്റീസും കിട്ടി. ആ ഒരു എമൗണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരു എമൗണ്ട് കിട്ടും. അതാണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ 2 വാങ്ങിച്ച 2:1 എഴുതുക. ഓക്കെ, അപ്പൊ കറന്റ് റേഷ്യോ ടിക്ക് ചെയ്ത് വെക്കുക. ഇതൊരു സ്റ്റാൻഡേർഡ് നല്ല കറന്റ് റേഷ്യോ, ബെറ്റർ ആയിട്ടുള്ള ഒരു കറന്റ് റേഷ്യോ ആണ്. അപ്പൊ നല്ല കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കറന്റ് റേഷ്യോ 2:1 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരിക. ഐഡിയൽ നോം എന്ന് പറയുന്നത് കറന്റ് റേഷ്യോന്റെ 2:1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഇക്വേഷൻ എന്താണ്? ഇത് ക്യുക്ക് ആസിഡ് റേഷ്യോ എന്നും പറയും. ലിക്വിഡ് ആസിഡ് ഡിവൈഡഡ് ബൈ കറന്റ് ലൈബിലിറ്റീസ്. ഇതും ടിക്ക് ചെയ്തോളൂ. ലിക്വിഡ് ആസിഡ് ഡിവൈഡഡ്, ലിക്വിഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കറന്റ് അസറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, കറന്റ് അസറ്റിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കൂട്ടിയിട്ട് അത് കുറയ്ക്കുക. ഇനി നമ്മൾ ക്യുക്ക് ലിക്വിഡ് അസറ്റ് റേഷ്യോയില് ക്യുക്ക് അസറ്റ് പറഞ്ഞാൽ എന്താണ്, കറന്റ് ലൈബിലിറ്റീസ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഐഡിയൽ ഫോം എന്ന് പറയുന്നത് ഏതാണ്? 1:1 ആണ്. 1:1. അവരൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചിലപ്പോൾ ഇത്രയും ഐറ്റംസ് തന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഐഡിയൽ നോമത്ത് ഇല്ലെങ്കിൽ ഇത് ബെറ്റർ ആണോ, ഈ പ്രൊജക്ട് നല്ലതാണോ ചോദിക്കും. അപ്പോൾ 1:1 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആസിഡ് ക്യുക്ക് റേഷ്യോ പ്രകാരം ഈ പ്രൊജക്ട് ബെറ്റർ ആണെന്ന് പറയാം. ഓക്കെ, കറന്റ് റേഷ്യോ വരാൻ ചാൻസ് ഉണ്ട്. ആസിഡ് ക്യുക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ കമ്പയർ ടു കുറവാണ്. സൂപ്പർ ക്യുക്ക് ആസിഡ് റേഷ്യോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരാൻ ചാൻസ് കുറവാണ്. ഇല്ല, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഇക്വേഷൻ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ് സൂപ്പർ ക്യുക്ക് അസറ്റ്. ലൈബിലിറ്റീസ് കറന്റ് ലൈബിലിറ്റീസ് മൈനസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് സൂപ്പർ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ സൂപ്പർ ക്യുക്ക് ലൈബിലിറ്റീസ്. ഇത് എത്ര ഹൈ ആവുന്നോ, ഈ റേഷ്യോ എത്ര ഹൈ ആവുന്നതോ അത്രയും ബെറ്റർ ആയിരിക്കും ഫേമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെവറേജ് റേഷ്യോസ്, കവറേജ് റേഷ്യോസ്. ലെവറേജ് റേഷ്യോസ്, കവറേജ് റേഷ്യോസ്. ലെവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ ലോങ് ടേം സോൾവൻസി പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലെവറേജ് റേഷ്യോസ് യൂസ് ചെയ്യുക. എത്ര കാലം സോൾവെന്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര കാലം എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് ആ ഫേം പോവും, അതൊക്കെ നമുക്ക് ലെവറേജ് റേഷ്യോസിലൂടെ മനസ്സിലാവും. കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് കവറേജ്, ഇൻട്രസ്റ്റ് കവറേജ് ഒക്കെ ആ ഫേമിന്റെ കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ലെവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ്. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അത് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അതേപോലെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ഡെപ്റ്റ് into long term debt equal to debtors divided by term loans. ഓക്കെ, മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, അത്രയേ ഉള്ളൂ. അത് മനസ്സിൽ വെച്ചാൽ മതി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എപ്പോഴത്തൊന്ന് എഴുതിക്കോളും, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഓക്കെ, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് 1:2. 1:2 എന്ന ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നല്ലൊരു പൊസിഷനാണ് ആ ഒരു ഫേമിന് ഉള്ളത്. ഓക്കെ, ദെൻ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ.
ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക നിങ്ങൾക്ക്. അതേപോലെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ ഉണ്ടാവില്ല, അപ്പൊ ഈസി അല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയില് ഷോർട്ട് ടേം ഡെപ്റ്റ് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ദാറ്റ് മീൻസ് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് ആ ഒരു റേഷ്യോന്റെ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇവിടെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്, അപ്പൊ ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ഡെപ്റ്റ് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ്. ഓക്കെ, പ്ലാന് പഠിക്കാൻ പറ്റുന്നില്ലേ? ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ. അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇക്വേഷൻ ഓണേഴ്സ് ഫണ്ട് ഓർ ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഈ ഒരു ഇക്വേഷൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഫേം ബെറ്റർ പൊസിഷൻ ആണെന്ന് പറയുന്നത് ആ റേഷ്യോ അത്രയും ഹൈ ആയിരിക്കണം എങ്കിൽ നമുക്ക് പറയാം പ്രൊപ്രൈറ്ററി റേഷ്യോ ഈ ഒരു ഫേം ബെറ്റർ പൊസിഷൻ ആണ്. ഓക്കെ, പ്രൊപ്രൈറ്ററി റേഷ്യോന്റെ ഇക്വേഷൻ ഓണേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, അല്ലെങ്കിൽ ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. Shareholders fund plus outsiders fund divided by net fixed asset. Okay, fixed asset ന്റെ ടോട്ടലിനെയാണ് നമ്മൾ നെറ്റ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതേപോലെ ഔട്ട്സൈഡേഴ്സ് ഫണ്ടും, അപ്പൊ ടോട്ടൽ ഫണ്ട്സ് അതേ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറഞ്ഞാലാണ് ഇത് ബെറ്റർ ആവുള്ളൂ, ബെറ്റർ ഫേം ആണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി കവറേജ് റേഷ്യോ. കവറേജ് റേഷ്യോസിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ട്, ഡിവിഡൻഡ് കവറേജ് റേഷ്യോസ് ഉണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് EBIT എന്നായിരിക്കും. EBIT എഴുതി വെച്ചോളൂ. EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസിന്റെ ഇൻട്രസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടില്ലേ, EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ദെൻ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് കവറേജ് റേഷ്യോയില് ഏർണിംഗ് ആഫ്റ്റർ ടാക്സേഷൻ. ഇവിടെ ബിഫോർ ആയിരുന്നു, ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരുന്നു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയില്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സേഷൻ, ടാക്സേഷന് ശേഷമുള്ള ഏർണിങ്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്തായിരുന്നു? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെയോ ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെയും ഹയർ ദ റേഷ്യോ ആയി കഴിഞ്ഞാലായിരിക്കും ആ ഒരു ഫേമിന് ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഓക്കെ, ഇനി അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി ഒരു ഫേമിന്റെ മെഷർ ചെയ്യുന്നത് സെയിൽസിന്റെ ബേസിലായിരിക്കും, ആ ഒരു ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലായിരിക്കും, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ബേസിലായിരിക്കും. ഓക്കെ, ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെയിൻ ആയിട്ട് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് EBIT. ഓക്കെ, ഏർണിംഗ് ആഫ്റ്റർ ടാക്സേഷൻ, ഇതൊക്കെ എന്താണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട്, ഞാൻ പറഞ്ഞു കറന്റ് റേഷ്യോ പറഞ്ഞപ്പോ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓക്കെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ അതിന്റെ ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്? ഒന്നുമില്ല, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100.
ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ, സെയിൽസ് ആണ് അണ്ടറിൽ വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ബെറ്റർ ആയിട്ട് ഹയർ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ബെറ്റർ പൊസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിലോ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അവിടെ എന്താണ് ഹയർ ദ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ഹയർ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ആണ് ഉള്ളത് എന്ന് പറയാം. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എങ്ങനെ ടോട്ടൽ സെയിൽസ് വോളിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ഇക്വേഷൻ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അവിടെ വ്യക്തമായിട്ടും ആ ഫേമിന്റെ പൊസിഷൻ എന്താന്ന് പറയും. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആ ഒരു ഫേമിന്റെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്താണ്, ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഓപ്പറേറ്റിംഗ് റേഷ്യോസിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻറ്റു 100. Cost of goods sold plus operating expenses divided by net sales into 100. Okay, cost of goods sold plus operating expense add ചെയ്യുക ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ഒരു റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് ഫേമിന്റെ ഓപ്പറേഷൻ നല്ലതാണെന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഒരു ഫേമിന്റെ ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് ഈ റേഷ്യോ ലോവർ ആണെന്നുണ്ടെങ്കിലാണ്. അവിടെ കോസ്റ്റ് ഓഫ് ഗൂഡ്സും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ആണ് ഇവിടെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോവർ ദ റേഷ്യോ ഈസ് ബെറ്റർ എന്ന് പറയുന്നത്. റിട്ടേൺ ഓൺ അസറ്റ് എന്ത് ഇക്വേഷൻ? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ് ഇൻറ്റു 100. ആ ഫേമിന്റെ ഗ്രേറ്റർ എഫക്റ്റീവ്നെസ് ഈ ഒരു റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, റിട്ടേൺ ഓൺ അസറ്റിന്റെ റേഷ്യോ പഠിക്കാം. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഈ റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ബെറ്റർ ആയിട്ടുള്ള ലോങ് ടേം ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാനും ബെറ്റർ പൊസിഷൻ ആണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ സെയിൽസിന്റെയും വാരിയസ് അസറ്റ്സിന്റെയും റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ടേൺ ഓവർ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ് നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ് ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ഏത് ഇക്വേഷനിലാണ് ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന്റെ ബെറ്റർ പൊസിഷൻ ആണെന്ന് പറയാം. ഇനി സ്റ്റോക്കിന്റെ വെലോസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ട് 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ 52 വീക്ക്, അവർ ഏത് രീതിയിലാണോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ബേസിൽ നിങ്ങൾക്ക് 365 ഓർ 52 ഓർ 12 മന്ത്സ് എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്യുക. അപ്പോൾ ഈ ഒരു റേഷ്യോ ലോവർ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് ബെറ്റർ പൊസിഷൻ ആണെന്ന് പറയാം. അടുത്തത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽ റിസീവബിൾ. ഈ ഒരു റേഷ്യോ ഹൈ ആണെന്നുണ്ടെങ്കിലാണ് ആ ഫേമിന് ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി.
That means 365 days of 52 weeks or 12 months divided by debtors turnover ratio. ഇതിൽ ഡ്യൂറേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ബെറ്റർ എഫിഷ്യൻസി ആ ഫേമിന് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഈ ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് കേട്ടോ. അതിലില്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് ക്രെഡിറ്റേഴ്സ് മാത്രം അത് ആ ഒരു എമൗണ്ട് എഴുതിയാൽ മതിയാവും. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ബിൽ പേയബിൾ പ്ലസ് സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇതിന്റെ ഈ ഒരു റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിന് ബെറ്റർ പൊസിഷൻ ആണെന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ട് 365 ഡേയ്സ് ബൈ or 52 weeks or 12 months divided by creditors turnover ratio. ഈ ഒരു റേഷ്യോ ഹയർ ആവണതായിരിക്കും ആ ഒരു ഫേമിന്റെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് ബെറ്റർ ആണെന്ന് പറയുന്നതിന് ഒരു ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ഈ റേഷ്യോസ് എല്ലാം പഠിക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഡ്യൂ പോയിന്റ് അനാലിസിസ്. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ആദ്യം പഠിക്കണം, എങ്കിൽ മാത്രമായിരിക്കും അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഡ്യൂ പോയിന്റ് അനാലിസിസ്. ഈ അനാലിസിസ് എന്ന് പറയുന്നത് USA യു പോണ്ട് ഇങ്ക് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് മെയിൻ ആയിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അപ്പൊ അതിൽ നിന്നും എത്ര റിട്ടേൺ കിട്ടും എന്നത് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്യൂ പോയിന്റ് അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് നെറ്റ് പ്രോഫിറ്റും ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് നോക്കുന്നത്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മൈനസ് സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സെയിൽസ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെയിൽസ് മൈനസ് എക്സ്പെൻസ് ചെയ്യാം. അതേപോലെ എക്സ്പെൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കിട്ടും. ഇത് വരത്തില്ല. ഡ്യൂ പോയിന്റ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇത് നമ്മൾ പറഞ്ഞു. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് ഫിക്സ്ഡ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റിന് കറന്റ് ലൈബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എന്താ പറയാ? വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഒരു കമ്പനീസ് ഒക്കെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിക്ക് എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അവരുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഈ ഒരു ഡ്യൂ പോയിന്റ് അനാലിസിസിലൂടെ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്യൂ പോയിന്റ് അനാലിസിസിലൂടെ കഴിയും. ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റോക്ക് അനാലിസിസ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡ്യൂ പോയിന്റ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു ടൂളൊക്കെ ഉണ്ടാവും. അതിൽ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ മതിയോ? ഡ്യൂ പോയിന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് കമ്പനിയാണ് ബെറ്റർ, ഏത് കമ്പനിക്കാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഒക്കെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതില് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ പഠിക്കുക. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബ്ലംസ് നമുക്ക് നാളെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട് ഇവിടെ മെയിൻ ആയിട്ട് ഫണ്ടിന്റെ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലൈബിലിറ്റീസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓർഗനൈസേഷനിൽ, ഒരു ബിസിനസ്സിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ
എത്രത്തോളം ഫണ്ട് അവിടെ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, ഇല്ലെങ്കിൽ ഫ്ലോ നടക്കുന്നുണ്ട്, ഫണ്ട് കമ്പനിയിൽ നിന്ന് പോകുന്നുണ്ട്, എത്രത്തോളം ഫണ്ട് കമ്പനിയിൽ നിന്ന് പോകുന്നുണ്ട്, അതേപോലെ എത്രത്തോളം ഫണ്ട് കമ്പനിയിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് വരുന്നുണ്ടോ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആണോ, ഫണ്ട് ലോസ് ആണോ? ഓക്കെ, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. ഇപ്പൊ കറന്റ് അസറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതേപോലെ നോൺ കറന്റ് അസറ്റ് ആണോ. ഇവിടെ കറന്റ് അസറ്റ്, രണ്ടും കറന്റ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കറന്റ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഫ്ലോ ഒന്നും നടക്കില്ല. അതേപോലെ നോൺ കറന്റ് അസറ്റ്, നോൺ കറന്റ് ലൈബിലിറ്റീസും കൂടി ആണെന്നുണ്ടെങ്കിൽ, കറന്റ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. ഇൻ കേസ് ക്രോസ് ആണ്, കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും കൂടിയാണ്, അതേപോലെ നോൺ കറന്റ് അസറ്റും കറന്റും കൂടിയാണ്. കറന്റ് മാത്രമാണെന്ന് വെച്ചാൽ അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, നോൺ കറന്റ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് നടക്കും, രണ്ടും കൂടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കറന്റ് ഐറ്റംസ് അവിടെ ട്രാൻസാക്ഷൻ നടക്കില്ല, കറന്റ് ഐറ്റംസ് നോൺ കറന്റ് ഐറ്റംസ് കൂടി അവിടെ ട്രാൻസാക്ഷൻസ് നടക്കും. അങ്ങനെ കറന്റ് ഐറ്റംസ് നോൺ കറന്റ് ഐറ്റംസും കൂടി ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവിടെ ഫണ്ട് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടിൽ എഴുതുക. കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ്, കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ്. കറന്റ് അസറ്റും കറന്റ് അസറ്റും കൂടി ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്ട്, ഡുവൽ ആസ്പെക്ട് ആയിരിക്കും. ഒന്ന് വാട്ട് കംസ് ഇൻ വാട്ട് ഗോസ് ഔട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. അപ്പൊ ആ രണ്ട് ഐറ്റംസ് രണ്ടും കറന്റ് ഐറ്റംസ് ആണ്. ഓക്കെ, ഇപ്പൊ ക്യാഷും ഡെപ്റ്റേഴ്സും ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ബൈ ഡെപ്റ്റേഴ്സ്, അപ്പൊ ക്യാഷും ഡെപ്റ്റേഴ്സും കറന്റ് അസറ്റ് ആണ് അവിടെ. അപ്പൊ അവിടെ പ്രത്യേകിച്ച് കറന്റ് അസറ്റിലാണ് രണ്ട് ട്രാൻസാക്ഷൻ, കൂടണുണ്ട് കറന്റ് അസറ്റ്, കുറയണുണ്ട് കറന്റ് അസറ്റ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് കറന്റ് അസറ്റിൽ ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒന്ന് കൂടുകയും ചെയ്തു, ഒന്ന് കുറയുകയും ചെയ്തു. അപ്പൊ അവിടെ ടാലി ആയി. ഓക്കെ, അതേപോലെ ഇപ്പൊ നോൺ കറന്റ് അസറ്റില് അല്ലെങ്കിൽ നോൺ കറന്റ് ലൈബിലിറ്റീസിൽ ഒരൈറ്റം കൂടും ഒരൈറ്റം കുറയുകയും ചെയ്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നില്ല. അതർവൈസ് ഈ കറന്റ് ഐറ്റംസും നോൺ കറന്റ് ഐറ്റംസും കൂടി, ഇപ്പൊ ഒരു ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ്, അവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്, ഫർണിച്ചർ നോൺ കറന്റ് ആണ്. അപ്പൊ അവിടെ ഒരു നോൺ കറന്റും കറന്റും കൂടി ഒരു ട്രാൻസാക്ഷൻ വന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നുണ്ട്, കാരണം കറന്റ് അസറ്റ് കൂടുകയും നോൺ കറന്റ് അസറ്റ് കൂടുകയും കറന്റ് അസറ്റ് കുറയുകയും ചെയ്തു. അപ്പൊ അവിടെ എന്താണ്? ചേഞ്ചസ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സിനാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. തിയറി വായിച്ചു വിട്ടാൽ മതിയാവും. ഇത് ക്ലിയർ അല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാവും, ടെക്സ്റ്റ് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്
ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. പേജ് നമ്പർ ഇതിൽ വന്നിട്ട് എന്റെ ടെക്സ്റ്റിൽ 122 ആണ്. ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആദ്യം നിങ്ങൾ ഹെഡിങ് എഴുതുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ക്ലിയർ അല്ലേ? കറണ്ട് അസറ്റും കറണ്ട് ഐറ്റംസ് തമ്മിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോൺ കറന്റ് ഐറ്റംസ് തമ്മിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ചസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കറന്റ് ഐറ്റംസ് നോൺ കറന്റ് ഐറ്റംസും ആണെന്നുണ്ടെങ്കിലാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. അതിന്റെ യൂട്ടിലിറ്റി അവിടെയാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് റേസ് ഹാൻഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഹെഡിങ് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൽ 3 സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അഥവാ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് രണ്ടാമത്തെ അക്കൗണ്ട് ആണ്. ആദ്യത്തെ അക്കൗണ്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ടാമത്തെ അക്കൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അഥവാ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, മൂന്നാമത്തെ അക്കൗണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ അക്കൗണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആദ്യത്തെ നോക്കൂ നിങ്ങൾ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ എന്താണ്, ഓരോ ഐറ്റംസും കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട്. പ്രീവിയസ് ഇയർത്തെ ഡാറ്റ തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് കറണ്ട് ഇയർത്തെ ഡാറ്റ തന്നിട്ടുണ്ടാവും. അതിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കറണ്ട് അസറ്റ് ഓരോ ക്യാഷ് ഇൻ ഹാൻഡ് ആയിക്കോട്ടെ, ഇപ്പൊ പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയർത്തെയും ഡാറ്റ തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയില്ലേ? അതിലപ്പോ എങ്ങനെയായിരുന്നു? നമ്മുടെ കറണ്ട് ഇയർ മൈനസ് ബേസ് ഇയർ. അപ്പൊ അതിൽ വരുന്ന ഡിഫറൻസ് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതുക, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട്സ് എഴുതുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ലാസ്റ്റ് എ കോളത്തില് കറന്റ് അസെറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. കറന്റ് ലൈബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എമൗണ്ടും കിട്ടും. അപ്പൊ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ എ എന്നുള്ള ഭാഗം മൈനസ് ബി എന്നുള്ള ഈ സൈഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ എമൗണ്ട് നെറ്റ് എമൗണ്ട് കിട്ടും. അപ്പൊ ജസ്റ്റ് ഇവിടെയുള്ളത് അതേപോലെ ക്വസ്റ്റ്യനിലുള്ളത് പ്രീവിയസ് ഇയർ കറണ്ട് ഇയറിന്റെ ഡാറ്റ എടുത്ത് എഴുതുക. അതേപോലെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ തയ്യാറാക്കണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം എന്ന് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാ വെച്ച് കഴിഞ്ഞ് ചെയ്യാം, ഒന്ന് ചെയ്താൽ മതിയാവും. ഇപ്പോ ഫണ്ട് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. കണ്ടില്ലേ ക്വസ്റ്റ്യനിൽ? സോറി, ഫോർമാറ്റിൽ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. Just like 1 second. ഇത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഞാൻ പറയാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. ആദ്യം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്ത് എഴുതുന്നു. അതിനുശേഷം എല്ലാ തരത്തിലുള്ള ആഡ് ഐറ്റംസും ഉണ്ട്, ലെസ് ഐറ്റംസും ഉണ്ട്. ആഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നോൺ ഫണ്ടിങ് എക്സ്പെൻസ്, അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്ടീഷ്യസ് അസറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു.
അതിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നോൺ ഫണ്ടിങ് പ്രോഫിറ്റ്, അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അതിന് ലെസ് ചെയ്യുന്നു. ആ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അവിടെ കുറെ ഐറ്റംസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതൊക്കെ പഠിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡാറ്റയിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാർട്ടിൽ നിന്നും ആഡ് ചെയ്യേണ്ട പാർട്ടിൽ നിന്നും ആ നെറ്റ് പ്രോഫിറ്റ് ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതുക. ആ എമൗണ്ടിൽ നിന്നും ബാക്കിയുള്ള ഈ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അഥവാ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. കുറവാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ കിട്ടും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അഥവാ അഡ്ജസ്റ്റ്, ഇനി അതല്ല പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ല അത് ചെയ്യാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അതാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് കോളംസ് ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ആ ഐറ്റംസ് പഠിക്കുക. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ അങ്ങനെയുള്ള ഐറ്റംസ് എഴുതും. ക്വസ്റ്റ്യനിൽ ഏത് ഐറ്റം ആണോ തന്നിരിക്കുന്നത് അത് എഴുതും. അതിനുശേഷം ഏത് സൈഡിലാണോ ഡെഫിഷ്യൻസി ഉള്ളത്, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ എമൗണ്ട് ഉള്ളത്, ക്രെഡിറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ആ ബാലൻസിങ് ഫിഗർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഡെബിറ്റ് സൈഡ് ആണ് ബാലൻസിങ് ഫിഗർ എങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, സെയിൽസ് മെത്തേഡ് കൂടുതലായിട്ട് വരാറില്ല. ഇനി അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത്, ഈ രണ്ട് അക്കൗണ്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇത് ആദ്യത്തെയാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ തേർഡ് അക്കൗണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് സോഴ്സ്, അതേപോലെ യൂസസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഉണ്ടാവും. ഈ ടെക്സ്റ്റ് പേജ് നമ്പർ 125 ആണ്. ടെക്സ്റ്റിൽ നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുകളിൽ. ഓക്കെ, അതിൽ സോഴ്സസ് ഓഫ് ഫണ്ട് ഉണ്ട്, യൂസസ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് ഓരോ എൻട്രീസും പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് ഫ്രം ബിസിനസ് ഓപ്പറേഷൻ, നോൺ ട്രേഡിംഗ് ഇൻകംസ്, സെയിൽ ഓഫ് നോൺ കറന്റ് അസറ്റ്, സെയിൽ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഏതൊക്കെയാണ് സോഴ്സസ്, ഏതൊക്കെയാണ് യൂസസ്. ഫണ്ട് ഫ്രം ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത ടേബിളിന്റെ ആൻസർ. ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂസസിൽ അത് എഴുതുക. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ സോഴ്സസിൽ അത് എഴുതുക. അതേപോലെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത ടേബിള്, അതിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് യൂസസിൽ എഴുതുക. അതേപോലെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് വെച്ചാൽ എവിടെ എഴുതേണ്ടത്? സോഴ്സസിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ലോഡ് കൂടി ഇറക്കുകയാണ് ചെയ്യണത്. കാരണം റേഷ്യോസ് പഠിക്കണം. ഇതിന്റെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഓരോ ഐറ്റംസും ഇതേപോലെ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അതും കൂടി നോക്കുക. ഓക്കെ, ദെൻ ഈ ഐറ്റംസ് പഠിച്ചതിന് ശേഷം മാത്രം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ദിവസം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇതിലൊരു പ്രോബ്ലം ഫണ്ട് ഫ്രം ഓപ്പറേഷന് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം പഠിച്ചു വെക്കാം. ഏതൊക്കെ ഐറ്റംസ് എന്നുള്ളത് ഡയറക്റ്റ് ഐറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നെക്സ്റ്റ് ഡേ നോക്കാം. എനി ഡൗട്ട്സ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? കുറച്ച് സ്പീഡാണ്. നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പറയൂ. സോൾവെൻസി റേഷ്യോ എന്ന് പറയോ? റേഷ്യോ അനാലിസിസിലത്തെ ഫസ്റ്റ് അതിൽ വന്നിട്ട് ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഇക്വേഷൻസ് അതേപോലെ വരാം. ഓക്കെ, സൂപ്പർ ക്വിക്ക് അസറ്റ് റേഷ്യോ.
സൂപ്പർ ക്യൂക്ക് റേഷ്യോ അത് കറന്റ് റേഷ്യോ മാത്രമാണ് കുറച്ച് ഇമ്പോർട്ടന്റ്. സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് ഇല്ലേ, ഇപ്പൊ കടമൊക്കെ കടത്തിന്റെ കൊടുക്കണ്ട പേയ്മെന്റ് ഒക്കെ ഇത്ര ടൈമിന്റെ ഉള്ളിൽ കൊടുക്കണം എന്നൊക്കെ പറയില്ലേ ലോങ് ടേമില്, അതൊക്കെ ആ ഒരു എന്റർപ്രൈസസിന് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോ. ഇപ്പോൾ സപ്ലൈയേഴ്സ് ആയിക്കോട്ടെ, കടം കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും ബിസിനസിന് വേണ്ടിയിട്ട്. കാരണം ഒരു ബിസിനസ് ആകുമ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട്സിന്റെ ആവശ്യം കൂടുതലാണ്. അപ്പൊ ബാങ്ക് ആയിരിക്കോട്ടെ, അവർക്ക് കുറെ എമൗണ്ട്സ് ഫിനാൻസ് ആവശ്യം വരും. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർ നോക്കുന്നതാണ് ആ ഫേമിന്റെ സോൾവൻസി റേഷ്യോ അവർ നോക്കും. ഓക്കെ, അതിനാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് പഠിക്കുക. ഹലോ, ഓഡിബിൾ അല്ലേ? വിദ്യ അരുൺ പറയൂ. മാം, റേഷ്യോ അനാലിസിസിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞല്ലോ. ക്ലാസിഫിക്കേഷൻ അത് ബേസിക് അല്ലേ? ലിക്വിഡിറ്റി, സോൾവൻസി, അതല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഫങ്ഷൻസും രണ്ടെണ്ണാക്കി കൊടുത്തില്ലേ ക്ലാസിഫിക്കേഷൻ? ഏതാണ് റേഷ്യോ അനാലിസിസ് ചാപ്റ്ററിലെ ഹെഡിങ് പറയൂ. റേഷ്യോ അനാലിസിസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്. അത് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലും ഫംഗ്ഷൻസിന്റെ ബേസിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബേസിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് റേഷ്യോ, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷണൽ സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ്, ഇന്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് മിക്സ്ചർ ഓഫ് റേഷ്യോസ് ആണ്. അത് നിങ്ങൾക്ക് ഇല്ല. കൂടുതലായിട്ടും ബേസിക്കായി നോക്കണ ഫംഗ്ഷൻസിന്റെ ബേസിലാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ സോൾവൻസി പൊസിഷൻ നമ്മൾ പഠിച്ചു അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. അതേപോലെ ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിച്ചു. അതേപോലെ എഫക്റ്റീവ്നെസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എഫക്റ്റീവ്നെസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് വെലോസിറ്റി ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയല്ലോ. അത് ആ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് എന്ന് പറയുന്നത് ലെവറേജ് റേഷ്യോസ്, കവറേജ് റേഷ്യോസ് ഒക്കെ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. അത് ബേസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഓരോ റേഷ്യോസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒന്നും നിങ്ങൾ ഒരിക്കലും വിടരുത്. കാരണം ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരിക്കണം. പിന്നെ കൂടുതൽ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പ്രോബ്ലംസിലൊക്കെ ഡയറക്റ്റ് ആയിട്ടാണോ തരിക? മോസ്റ്റ്ലി ഡയറക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ആ ഇക്വേഷൻസ് പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ആ ഒരു ഇക്വേഷൻ തിരിച്ചു മറിച്ച് ആ ഒരു രീതിയിൽ തന്നെ ചോദിക്കത്തുള്ളൂ. അല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. പ്രോബ്ലംസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. എമൗണ്ട്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നെ ഏത് ഇപ്പൊ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് കറന്റ് അസറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ കറന്റ് അസറ്റ് എന്ന് പറയുന്ന ക്യാഷ്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് എമൗണ്ട്സ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് എടുത്തെഴുതണം എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ പഠിച്ചു കഴിഞ്ഞ് കിട്ടാവുന്ന ഒരു ചാപ്റ്റർ ആണ് റേഷ്യോ അനാലിസിസിൽ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്ന മാത്രം. എല്ലാ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിട്ട് വരാൻ ടൈം എടുക്കും. ഓക്കെ, വെൽക്കം. പറയൂ. ഇന്നലെ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തില്ലേ? അതില് രണ്ടാമത്തെ പ്രോബ്ലത്തിലെ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടില് മാമിന് ഹലോ ഓഡിബിൾ അല്ല.
പ്രമോദ്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തനിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അതിൽ ഡാറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു എന്നല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ ആയിട്ട് നോക്കാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.